ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഈദിനുണ്ടാക്കിയ അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് പിസ്താച്ചിയോടെ തിരാമിസു പുഡിങ്ങാണ്. അടിപൊളി, മസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യേണ്ട പുഡിങ്ങാണ്. നല്ല ടേസ്റ്റാണ് ഇപ്പോൾ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്. ആ ബിസ്ക്കറ്റും കുറച്ച് പിസ്താച്ചിയോ വിപ്പിംഗ് ക്രീമൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ ആട്ടോ എടുത്ത് 2 പാക്കറ്റ്. അതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക, തണുത്ത പാലൊഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം ക്രീം ചീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിൽ വിപ്പിംഗ് ക്രീം കയ്യിലുണ്ടെങ്കിൽ അത് എടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ഉള്ളവരാണെങ്കിൽ മാക്ടോപ്പിൻ്റെ ക്രീം കിട്ടും. നാട്ടിലാണെങ്കിൽ ഏതാണെന്ന് എനിക്കറിയില്ല, അത് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇനി കണ്ടൻസ് മിൽക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണ്ടിയവർക്ക് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പാകത്തിനുള്ള മധുരമാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കുക. നന്നായിട്ടെന്ന് പറഞ്ഞാൽ കേക്കിൻ്റെ രീതിയിലുള്ള ക്രീമല്ല നമുക്ക് വേണ്ടത്, കുറച്ച് ലൂസിലുള്ള ക്രീമാട്ടോ. അധികം വിപ്പായിട്ട് വരണ്ട, സ്റ്റിഫായിട്ട് വരണ്ട കേട്ടോ. ഇനി നമ്മളിതാ ഒന്ന് വിപ്പ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മളെ മെയിനായിട്ടുള്ള പിസ്താച്ചിയുടെ ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 4-5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ 5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല ഫ്ലേവർ കിട്ടണമെങ്കിൽ കേട്ടോ. ഞാൻ വാങ്ങിയ ക്രീമാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ വെനില എസൻസും ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് അതുകൂടി ഒന്ന് മിക്സാക്കി നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കുക. വിപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കൂടുതൽ കേക്കിൻ്റെ രീതിയിലാവണ്ട. നമുക്ക് പുഡിങ്ങിന് എപ്പോഴും വേണ്ടത് കുറച്ച് ലൂസായിട്ടുള്ള ക്രീമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതാ നമ്മൾ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബിസ്ക്കറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാനുള്ള കോഫീൻ്റെ മിക്സ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം കോഫി പൗഡർ എടുക്കുക. ഞാൻ നെസ്കഫിൻ്റെ എടുത്തത്. അതിലേക്ക് ഒരു 1/2 കപ്പ് ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ഈ മിക്സിൽ. എന്നാലേ നമ്മൾ ആ ബിസ്ക്കറ്റ് കുത്തിയെടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. ആ ബിസ്ക്കറ്റിന് കുറച്ചൊരു ഉപ്പിൻ്റെ ഒരു മധുരമാണ് കൂടുതലുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പിസ്താച്ചിയുടെ ക്രീമില്ലേ അത് ഇട്ട് കൊടുക്കുക. ഓപ്ഷനിലാണ്, അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്തായിട്ട്, പിന്നെ ആവശ്യമൊന്നുമില്ല. അല്ല, ഒരു ഫ്ലേവർ കിട്ടേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മളെ ബിസ്ക്കറ്റ് ഇതാ അതിലേക്ക് ടിപ്പ് ചെയ്യുക. നമുക്കിത് നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ നന്നായിട്ട് ലെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ പിന്നെ കോഫീൻ്റെ മിക്സിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ആ ബിസ്ക്കറ്റിന് നല്ല മധുരം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. എല്ലാം ഞാനിതാ പിന്നെ പാത്രത്തിൽ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്, ബിസ്ക്കറ്റൊക്കെ ഡിപ്പ് ചെയ്ത്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്രീം ഫസ്റ്റ് ലെയറായിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് വീണ്ടും ബിസ്ക്കറ്റിൻ്റെ ലെയർ വെച്ച് കൊടുക്കുക. 2-3 ലെയറൊക്കെ വെച്ച് കൊടുക്കുക. ഞാൻ 2 ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ ക്രീം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്തെടുക്കുക വേണ്ടത് കേട്ടോ. ഡെക്കറേഷൻ ചെയ്തത് പിസ്താച്ചിയുടെ ക്രീമും വിപ്പിംഗ് ക്രീമും കുറച്ച് മിക്സാക്കി നല്ല കളറിൽ എടുത്തിട്ട് ഈ രീതിയിലൊന്ന് നിങ്ങൾ ഡെക്കറേഷൻ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പിസ്ത പൊടിച്ചിട്ട് അത് വെച്ചിട്ടും ഡെക്കറേഷൻ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെ ലൈനൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് കുറച്ച് പിസ്ത പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടാണ് ഡെക്കറേഷൻ ചെയ്തെടുത്തത്. ഡെക്കറേഷനൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ വീട്ടിൽ സൽക്കാരങ്ങൾക്കോ വിരുന്നൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പുഡിങ് സെറ്റായിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ ഒരു 4-5 മണിക്കൂർ വെച്ച് അതിന് ശേഷം ഞാൻ കട്ട് ചെയ്യാൻ എടുക്കുക കേട്ടോ. ഇതാക്കുന്ന സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല പീസാക്കി നമുക്ക് കിട്ടും. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മളെ തിരാമിസു പിസ്താച്ചിയോ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത പെരുന്നാളിന് ഉണ്ടാക്കി നോക്കുകയാണ്ടി നമ്മളെ വലിയ പെരുന്നാളിന് അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അതാ നല്ല കോഫീൻ്റെ ഫ്ലേവറും ആ പിസ്താച്ചിയുടെ ഫ്ലേവറൊക്കെ വരുന്ന നല്ലൊരു പുഡിങ്ങാണ്. ഇനി നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. നല്ല റെസിപ്പി ഞാൻ എൻ്റെ വീഡിയോയിൽ ചാനലിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബായ്. അസ്സലാമു അലൈക്കും.